സാപ്പ വിയറ്റ്നാം യാത്രയുടെ അവസാന അധ്യായം. മേഘങ്ങൾ തൊട്ടുനിൽക്കുന്ന മലകൾ, തണുത്ത കാറ്റ്, പച്ചപ്പിന്റെ അനന്തത. ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഫാൻസിപ്പാൻ ലെജൻഡ്, ഇൻഡോ ചൈനയുടെ മേൽക്കൂരയിലേക്ക് നീങ്ങുന്ന ഏഷ്യയിലെ ലോങ്ങസ്റ്റ് കേബിൾ കാർ റൈഡ്. മേഘങ്ങൾക്കിടയിലൂടെ ഉയരുമ്പോൾ താഴെ മുഴുവൻ സാപ്പ ഒരു പെയിന്റിംഗ് പോലെയാണ്. പിന്നീട് കാറ്റ് വില്ലേജ്, മോങ് ഗ്രാമത്തിന്റെ മനോഹരമായ കൽപ്പാതകൾ, വെള്ളച്ചാട്ടങ്ങൾ, മരപ്പാലങ്ങൾ, സംസ്കാരവും പ്രകൃതിയും ഒത്തൊരുമിക്കുന്ന കാഴ്ച. അവസാനം മുവാന സാപ്പ, മലകളുടെ നടുവിൽ നിൽക്കുന്ന കലാഹൃദയം, കണ്ണഞ്ചിപ്പിക്കുന്ന ഫോട്ടോ സ്പോട്ടുകൾ, സാപ്പയുടെ ഭംഗി ക്യാമറയിൽ പകർത്തിയ നിമിഷങ്ങൾ. സാപ്പ ഞങ്ങളുടെ യാത്രയുടെ അവസാന ഡെസ്റ്റിനേഷൻ ആയിരുന്നു. വിയറ്റ്നാമിനോട് വിട പറയാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ സ്റ്റോപ്പ്. സാപ്പയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് അസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഹനോയിൽ നിന്ന് സാപ്പയിലേക്കുള്ള യാത്രയിലാണ്. ഹനോയിൽ നിന്ന് 310 കിലോമീറ്റർ ദൂരെയാണ് സാപ്പ. സ്ലീപ്പർ ബസ്സിലാണ് പോകുന്നത്. വൈകുന്നേരം 7 മണിയോടെ ബസ് ഒരു ഹോട്ടലിൽ നിർത്തി. ഡിന്നർ കഴിക്കാനുള്ള സ്റ്റോപ്പാണ്. ഫ്രൈഡ് റൈസ് കഴിച്ച് തിരിച്ചു ബസ്സിൽ കയറി. 11 മണിയോടെ ഞങ്ങൾ സാപ്പയിലെത്തി. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബുക്ക് ചെയ്ത ബസ്സിന്റെ തന്നെ ടാക്സിയിൽ അവർ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ ഫ്രീ ആയി ഡ്രോപ്പ് ചെയ്തു. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട്. ചെറുതായി മഴ പെയ്യുന്നുണ്ട്. മഞ്ഞും മഴയും കൂടിയുള്ള കാലാവസ്ഥ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ബഗ്ഗിയിൽ ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഞങ്ങളുടെ മുറി. വിശാലമായ ബെഡ്റൂം കം ലിവിംഗ് റൂം ആണ്. വശത്തായി വാഷ്റൂമും ബാത്റൂമും ഉണ്ട്. തടിയിലുണ്ടാക്കിയ ബാത്ത് ടബും ഉണ്ട്. വളരെ വലിയ ബാൽക്കണിയാണ്. ഇത് ബാൽക്കണിയിൽ നിന്ന് അടുത്ത ദിവസം രാവിലെയുള്ള കാഴ്ചയാണ്. മോണോറെയിൽ പോകുന്നത് കാണാം. ഞങ്ങളും ഇന്ന് ഈ മോണോറെയിലിൽ യാത്ര ചെയ്യുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. വലിയൊരു ഏരിയയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ റിസപ്ഷനിൽ വിളിച്ചാൽ അവർ ബഗ്ഗി അയക്കും. അതിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്കോ റിസപ്ഷനിലേക്കോ പോകാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ്. ഇവിടെ അധികവും വിയറ്റ്നാമീസ് ഫുഡാണ് ഉള്ളത്. റെസ്റ്റോറൻറ്റിന് പുറത്തും ഒരു ബാൽക്കണി ഉണ്ട്. ഇത് അവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ്. ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്തു. ഞങ്ങളിപ്പോൾ പോകുന്നത് ഫാൻസിപ്പാനിലേക്കാണ്. ഫാൻസിപ്പാൻ വിയറ്റ്നാമിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. ഇതാണ് സാപ്പ സ്റ്റേഷൻ. ഫാൻസിപ്പാനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യമേ സാപ്പ സ്റ്റേഷനിലേക്ക് വേണം വരാൻ. ഇവിടെ നിന്ന് നമ്മൾ രാവിലെ ബാൽക്കണിയിൽ നിന്ന് കണ്ട ട്രെയിൻ കയറി കേബിൾ കാർ സ്റ്റേഷനിൽ എത്തണം. സാപ്പ സ്റ്റേഷനിൽ നിന്ന് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തുന്നതാണ്. സൺ വേൾഡ് എന്ന എന്റർടൈൻമെന്റ് കമ്പനിയുടെ വലിയൊരു കോംപ്ലക്സ് ആണ് സൺ വേൾഡ് ഫാൻസിപ്പാൻ ലെജൻഡ്. ഡനാങ്ങിലെ ബാന ഹിൽസ് പോലെ തന്നെ. ക്ലൂക്കിലാണ് ഞങ്ങൾ ഇതിന്റെ ടിക്കറ്റും ബുക്ക് ചെയ്തത്. 2 ആൾക്ക് 7400 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇതിലിപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ട്രെയിനും അതിനുശേഷം കയറാൻ പോകുന്ന കേബിൾ കാറും ഫാൻസിപ്പാനിൽ എത്തിയ ശേഷമുള്ള ഒരു പീക്ക് റെയിൽ ടിക്കറ്റും ഉൾപ്പെടും. ഇവിടെ വന്ന് നേരിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്.
ഓരോ 10 മിനിറ്റിലും ട്രെയിൻ സർവീസ് ഉണ്ട്. ഞങ്ങൾക്കുള്ള ട്രെയിൻ വന്നു. ഓടിച്ചെന്ന് സീറ്റ് പിടിച്ചു. നല്ല മൂടൽ മഞ്ഞുള്ളത് കൊണ്ട് കാഴ്ചകളൊന്നും അധികം കാണാൻ സാധിച്ചില്ല. പത്ത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ മുകളിലെത്തി. യൂറോപ്യൻ സ്റ്റൈലിൽ പണിത വലിയൊരു സ്റ്റേഷനാണിത്. ഞങ്ങൾ പുറത്തേക്ക് നടന്നു. മഴ കുറഞ്ഞിട്ടുണ്ട്. ധാരാളം ചെടികളും അതിൽ നിറയെ പൂക്കളും ഉണ്ട്. അവിടെ ഒരു കുതിരയെ കണ്ടു. 30,000 VNDക്ക് കുതിരയുടെ മുകളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഇനി പോകുന്നത് കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ്. ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് നടന്നു. 6 കിലോമീറ്റർ കൂടുതൽ ദൂരമാണ് ഇനി കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫാൻസിപ്പാനിന്റെ മുകളിലെത്തും. കേബിൾ കാറിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ധാരാളം ടെറസ് ഫാമിംഗ് കാണാൻ സാധിക്കും. കേബിൾ കാറിനുള്ളിൽ തന്നെ ഫാൻസിപ്പാൻ ലെജൻഡിന്റെ മാപ്പും സന്ദർശിക്കാനുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റും അടങ്ങുന്ന ഒരു ബ്രൗഷറും ലഭിക്കും. ഈ കേബിൾ കാർ യാത്ര ശരിക്കും മേഘങ്ങൾക്കിടയിലൂടെയുള്ള ഒരു യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ ഫാൻസിപ്പാനിലെ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തി. ഞങ്ങൾ മെയ്യിലാണ് ഫാൻസിപ്പാൻ സന്ദർശിച്ചത്. എന്നിട്ടും മുകളിൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ജാക്കറ്റും ഷൂസും ധരിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ അധികവും ബുദ്ധക്ഷേത്രങ്ങളും ബുദ്ധപ്രതിമകളുമാണ് ഉള്ളത്. പിന്നെ ധാരാളം ചെടികളും ഫോട്ടോ പോയിന്റുകളും ഉണ്ട്. ഇത് ഒരു ബുദ്ധക്ഷേത്രമാണ്. ഇനി ഞങ്ങൾ പീക്ക് റെയിൽ കയറാൻ പോവുകയാണ്. ഞങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ 1 വേ ടിക്കറ്റാണ് ഉള്ളത്. അതുകൊണ്ട് മുകളിലേക്ക് മാത്രമാണ് പോകാൻ സാധിക്കുക. താഴേക്കിറങ്ങാൻ പടികൾ ഇറങ്ങണം. താഴേക്ക് ചരിഞ്ഞ ആകൃതിയിലാണ് പീക്ക് റെയിലിന്റെ സ്ട്രക്ചർ. അഞ്ച് മിനിറ്റിൽ ഞങ്ങൾ മുകളിലെത്തി. ഇനി നമ്മൾ പോകുന്നത് ഇൻഡോ ചൈനയുടെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഫാൻസിപ്പാൻ സമ്മിറ്റിലേക്കാണ്. ഫാൻസിപ്പാൻ പർവ്വതത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണിത്. ഇവിടെ വിയറ്റ്നാമിന്റെ ഒരു ഫ്ലാഗ് പോളും ഫാൻസിപ്പാൻ 3143M എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സീ ലെവലിൽ നിന്ന് 3143 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ നിന്ന് ഫാൻസിപ്പാൻ പർവ്വതത്തിന്റെ 360 ഡിഗ്രി വ്യൂ കാണാൻ സാധിക്കും. പക്ഷേ കോടമഞ്ഞ് കാരണം അധികം കാണാൻ സാധിച്ചില്ല. അതിനടുത്ത് തന്നെ വേറൊരു സമ്മിറ്റ് ബോർഡും കാണാൻ സാധിക്കും. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. താഴേക്ക് ഈ കാണുന്ന പടികൾ ഇറങ്ങി വേണം പോകാൻ. ഇത് ഒരു ബുദ്ധക്ഷേത്രമാണ്. കോടമഞ്ഞിൽ മൂടി നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. ഇനി ലേഡി ബുദ്ധ കാണാൻ പോവുകയായിരുന്നു.
നല്ല മഞ്ഞുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. ധാരാളം പടികൾ കയറി വേണം അവിടെ എത്താൻ. ഇത് ധ്യാനത്തിലിരിക്കുന്ന ബുദ്ധന്റെ ശില്പമാണ്. അവിടെ നിന്നും വീണ്ടും താഴേക്ക് നടന്നു. ധാരാളം പടികളിറങ്ങി വേണം താഴെ എത്താൻ. ഋതുക്കുട്ടി എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ ആയി കൂട്ടാകും. ഇനി ഞങ്ങൾ ഫാൻസിപ്പാൻ ലെജൻഡിൽ നിന്നും ഇറങ്ങുകയാണ്. ടിക്കറ്റ് കാണിച്ച് താഴേക്കുള്ള കേബിൾ കാറിൽ കയറി. മേഘങ്ങൾക്കിടയിലൂടെ ഒരു കേബിൾ കാർ യാത്ര. ഇരുപത് മിനിറ്റിൽ ഞങ്ങൾ താഴെ എത്തി. ഇനി ഇവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് സാപ്പ സ്റ്റേഷനിൽ എത്തണം. ഇത് കേബിൾ കാർ സ്റ്റേഷനിൽ പുറത്തുള്ള ഗാർഡനാണ്. മഞ്ഞിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾക്ക് എന്ത് ഭംഗിയാണ്. ടിക്കറ്റ് കാണിച്ച് ട്രെയിനിൽ കയറി. ഇത്തവണ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ കയറി നിന്നു, ലോക്കോ പൈലറ്റിന്റെ അടുത്ത്. അഞ്ചു മിനിറ്റിൽ ഞങ്ങൾ സാപ്പ സ്റ്റേഷനിൽ എത്തി. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. ഗ്രാബിൽ ടാക്സി ബുക്ക് ചെയ്ത് ഇനി പോകുന്നത് ഒരു ഗ്രാമത്തിലേക്കാണ്, കാറ്റ് വില്ലേജ്. സാപ്പയിലെ മനോഹരവും സംസ്കാരപരവുമായ ട്രഡീഷണൽ ഹിൽ ട്രൈബ് ഗ്രാമമാണ് കാറ്റ് വില്ലേജ്. ഇത് മൂങ് ഹുവ വാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. ഒരാൾക്ക് 1,50,000 VND ആണ് എൻട്രി ഫീസ്. ടിക്കറ്റ് വാങ്ങി ഉള്ളിലേക്ക് നടന്നു. ഇത് ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റേഷനാണ്. ഒരാൾക്ക് 30,000 VND കൊടുത്താൽ ഇവർ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. നടന്നും ഉള്ളിലേക്ക് പോവാവുന്നതാണ്. വണ്ടിയിൽ നിന്നിറങ്ങി നടന്നു. ഇവിടെ നിന്നാൽ ഗ്രാമത്തിന്റെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. വീടുകളും കൃഷിയിടങ്ങളും നദിയും എല്ലാം കൂടി വളരെ ഭംഗിയാണ് ഈ ഗ്രാമം കാണാൻ. ഈ വഴിയിലൂടെ നടന്ന് താഴേക്ക് പോകണം. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ പാലം കടന്നു വേണം ഗ്രാമത്തിലെത്താൻ. ഹാപ്പി ബ്രിഡ്ജ് എന്നാണ് ഈ പാലത്തിന്റെ പേര്. വളരെ വൃത്തിയായിട്ടാണ് ഇവർ ഈ ഗ്രാമം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സാപ്പയിൽ വരുന്നവർ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തീർച്ചയായും ഇവിടെ സന്ദർശിക്കണം. ഇത് ഇവിടത്തെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീടാണ്. മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും വളരെ വൃത്തിയും വിശാലവുമായ വീടാണ്. തടി കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയാണ്. ഇത് ഒരു ഓഡിറ്റോറിയമാണ്. ഇവിടെ ഇവിടത്തെ തനത് കലാരൂപങ്ങൾ അവതരിപ്പിക്കും. താല്പര്യമുള്ളവർക്ക് കയറി കാണാം. ഋതുക്കുട്ടി പ്രാവിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ ധാരാളം ഫോട്ടോ സ്പോട്ടുകളും ഉണ്ട്.
ഇതിനുള്ളിൽ ചെറിയൊരു വെള്ളച്ചാട്ടവുമുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സാപ്പ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും വൈകിട്ട് 6 മണിയായി. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കടകളും അടച്ചിട്ടുണ്ടായിരുന്നു. തുറന്നിരിക്കുന്ന ഒരു കടയിൽ കയറി കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി. അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നാൽ അടുത്ത് തന്നെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. ഭക്ഷണവും ബാഗുകളും തുണികളും വിൽക്കുന്ന കടകളുണ്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്ത് ഹോട്ടലിൽ എത്തി. അടുത്ത ദിവസം രാവിലെ റൂമിൽ നിന്നിറങ്ങി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിച്ച ശേഷം പുറത്തേക്ക് പോകാൻ ടാക്സി ബുക്ക് ചെയ്തു. ഇത് ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളാണ്. ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ തണുപ്പ് കാരണം വേണ്ടാന്ന് വെച്ചു. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു സ്പോട്ടിലേക്കാണ്, മുവാന സാപ്പ. സാപ്പയിലെ ഒരു സീനിക് ഫോട്ടോ സ്പോട്ടാണ് മുവാന സാപ്പ. കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 90,000 VND ആണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. എൻട്രി ടിക്കറ്റ് അവിടെയുള്ള കടയിൽ കാണിച്ചാൽ ഒരു ടിക്കറ്റിന് ഒരു കോഫി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ലഭിക്കും. നല്ല കോടയുള്ളത് കൊണ്ട് കോഫി കുടിച്ചിട്ട് ഉള്ളിലേക്ക് പോകാമെന്ന് കരുതി. ഇവിടെ ധാരാളം ഫോട്ടോ സ്പോട്ടുകൾ പണിതു വെച്ചിട്ടുണ്ട്. ബാലിയിലെ ഗേറ്റ് ഓഫ് ഹെവൻ മാതൃകയിലുള്ള ഗേറ്റും ഇവിടെ ഉണ്ട്. ഉള്ളിലേക്ക് നടക്കുമ്പോൾ വേറെയും ഫോട്ടോ സ്പോട്ടുകൾ കാണാം. ഒരു വലിയ കൈയുടെ ശില്പമാണിത്. ഇവിടെ ഒരു ഊഞ്ഞാലുമുണ്ട്. ഊഞ്ഞാലിന് താഴെ സേഫ്റ്റി നെറ്റ് ഉള്ളത് കൊണ്ട് ധൈര്യമായി ആടാവുന്നതാണ്. നീളത്തിലുള്ള വലിയ കണ്ണാടിയും അതിനു മുൻപിലായി ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. പൂളിന് നടുക്കൊരു വൈറ്റ് പിയാനോ. ഇതാണ് മുവാന സ്റ്റാച്യു. ചില്ലുകൂട്ടിൽ ഒരു ചില്ലിന്റെ കസേര. ഇത് വിയറ്റ്നാമിലെ ഒരു പരമ്പരാഗത വാദ്യോപകരണമാണ്. മരത്തിനു മുകളിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള കസേരകളുമുണ്ട്. ഇത്രയുമാണ് മുവാന സാപ്പയിൽ കാണാനുള്ളത്. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ചെക്ക് ഔട്ട് ചെയ്ത് റിസപ്ഷനിൽ ടാക്സിക്ക് വെയിറ്റ് ചെയ്തു. ലഗേജ് എല്ലാം കയറ്റി ടാക്സിയിൽ കയറി. തിരിച്ച് ഹനോയിലേക്ക് പോകാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബസ്സിൽ കയറുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി. ഭക്ഷണം കഴിച്ച് ബസ്സിന്റെ ബോർഡിംഗ് പോയിന്റിലേക്ക് പോയി. ഇതാണ് ബോർഡിംഗ് പോയിന്റ്.
അങ്ങനെ ഞങ്ങളുടെ ബസ്സും വന്നു. ഇനി 5.5 മണിക്കൂറത്തെ ബസ് യാത്രയാണ്. രാത്രിയോടെ ഞങ്ങൾ ഹനോയിലെത്തി. ടാക്സി പിടിച്ച് ഹോട്ടലിലെത്തി. ചെറിയൊരു റൂമാണ് ബുക്ക് ചെയ്തത്. കാരണം നാളെ ഞങ്ങൾ വിയറ്റ്നാമിനോട് വിട പറയുകയാണ്. റൂമിന് ഒരു ബാൽക്കണിയുമുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് പോയി. ഋതിക്കുട്ടിക്ക് വേണ്ടി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഹോട്ടലിലേക്കുള്ള വഴി തീരെ ചെറുതായതുകൊണ്ട് ലഗേജും കൊണ്ട് ടാക്സിയുടെ അടുത്തേക്ക് നടന്നു. ഹനോയിൽ നിന്ന് ഹോച്ചിമിന്നിലേക്ക് പോയി അവിടെ നിന്നാണ് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ വിയറ്റ്നാമിലെ 10 ദിവസം കടന്നു പോയതറിയാതെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയ സ്ഥലത്തെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.